ഇങ്ങനെയുള്ള മസലകൾക്കാണ് എന്ത് പറയാം? ഇജ്തിഹാദ് എന്ന് വെച്ചാൽ തെളിവുകൾ ബലാബലം നിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ. തെളിവുകൾ ബലാബലം നിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ. അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളുള്ള മസലകൾക്കാണ് ഇജ്തിഹാദിയായ മസലകൾ എന്ന് പറയാം. ഇവൻ ഈ പറയുന്നതിലും അവന് കുറേ തെളിവുകളുണ്ട്, ഇപ്പുറത്തും കുറേ തെളിവുകൾ ഇവന് എതിർഭാഗത്ത് നിൽക്കുന്നവനും പറയാനുണ്ട്. ഒരേപോലത്തെ രണ്ട് ഭാഗത്തും ശക്തമായ തെളിവുകളുണ്ട്. അപ്പോൾ തെളിവുകളുണ്ടോ ശക്തമാണെന്നൊക്കെ അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? ഉസൂൽ ഫിഖ് പഠിക്കണം. ഉസൂൽ ഫിഖ് പഠിച്ചിട്ട് ഈ പറയുന്ന തെളിവുകളിലേക്ക് നോക്കണം. അപ്പം നമുക്ക് മനസ്സിലാവും രണ്ട് ഭാഗത്ത് ശക്തമായ തെളിവുകളുണ്ടല്ലോ. ഇങ്ങനെയുള്ള മസലകളിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഇൻകാർ ചെയ്യാൻ പാടില്ല. സാമാന്യമായിട്ടുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു മര്യാദയാണ്. ലാ ഇൻകാറ ഫി മസായിലിൽ ഇജ്തിഹാദ്. മസായിൽ ഇജ്തിഹാദിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഇൻകാർ പാടില്ല. ഇൻകാർ എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള നിലയ്ക്ക് നിന്നെ വിമർശിക്കാനോ നിന്നെ കുറ്റപ്പെടുത്താനോ നീ ഹറാമ് ചെയ്തെന്നുള്ള നിലയ്ക്ക് നിന്നെ അങ്ങനെ ഈ രൂപത്തിൽ സംസാരിക്കാനൊന്നും പാടില്ല. അടിസ്ഥാനപരമായ മതമാണ്. വളരെ സാമാന്യമായി ചെറിയൊരു തോലിബ്, പഠിച്ചു തുടങ്ങിയൊരു തോലിബിന് പോലും ഉണ്ടാവുന്ന സാമാന്യ മര്യാദ ഇന്ന് അത് എന്തില്ല? പല വലിയ മുല്ലമാർക്കും വലിയ ശൈഖമാർക്കും എന്തില്ല? ഈ ഒരു സാമാന്യ മര്യാദ പോലുമില്ല. നല്ലൊരു ചോദ്യമാണ്. ബാറക്കല്ലാഹു ഫീക്ക്. ഇപ്പം ഈ ഇജ്തിഹാദിയ മസലയിൽ നമുക്കൊരു നിങ്ങൾ പഠിച്ചു, ഉസൂൽ ഫിഖ് പഠിച്ചിട്ട് നിങ്ങൾ തെളിവുകളൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു അഭിപ്രായമാണ് ശരി, ഈ ഒരു അഭിപ്രായമാണ് ശരി നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എതിർ അഭിപ്രായക്കാരന് ഇൻകാർ പാടില്ല. നമ്മൾ പറഞ്ഞു ഇൻകാർ ചെയ്യുക പാടില്ല. പക്ഷെ എന്ത് ചെയ്യാം? നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഇന്ന തെളിവുകളുണ്ട് ഈ വിഷയത്തിൽ. എന്നുവെച്ചാൽ നമ്മൾ പഠിച്ച തെളിവുകൾ, ഇന്ന തെളിവുകളുണ്ട്. അപ്പോൾ ഈ തെളിവുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിങ്ങനെയൊക്കെയാണെന്ന് അറിയിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുകൂടെ ആ വിഷയം നിങ്ങൾ പഠിക്കണമെന്നോ അല്ലെങ്കിൽ അതൊന്നുകൂടി ഒന്ന് പരിശോധിക്കണമെന്നോ ആ രൂപത്തിൽ എന്ത് ചെയ്യാം? നമ്മൾ നല്ല രൂപത്തിൽ എന്ത് ചെയ്യാം? നസീഹത്ത് കൊടുക്കാം. അതെന്തായാലും ഒരിക്കലും ദീൻ തടയുന്നില്ല. ആ രൂപത്തിൽ നസീഹത്ത് കൊടുക്കുന്നതിന് ദീൻ എന്ത് ചെയ്യുന്ന ഒരിക്കലും തടയുന്നില്ല. മറിച്ച് ഇൻകാർ ഞാൻ എന്ത് ചെയ്യുന്നത്? വിലക്കുന്നത്. ഇൻകാർ പാടില്ല. അത് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ അത് ഇതായിപ്പോവും. ഒരുപാടുണ്ട് പറയാൻ, വിഷയം നീണ്ടുപോകും. ഇജ്തിഹാദിയ മസലകൾ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഉദാഹരണമാണ് എന്ത്? ഫോട്ടോഗ്രാഫി എന്നുള്ളത് പലരും ഇത് ഇൻകാർ പാടില്ല എന്നറിയുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നതെന്നറിയോ? ആദ്യം പറയാ ഇത് ഇജ്തിഹാദിയ മസലയേ അല്ല എന്ന് പറയും ആദ്യം. പിന്നെ വിഷയം കഴിഞ്ഞല്ലോ. ഇജ്തിഹാദിയ മസല അല്ലാതെ നിങ്ങളിങ്ങനെ കുറേ വട്ടം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാൽ ഇജ്തിഹാദിയ മസല അല്ലാതെ ആവൂല. ഒരു മസല ഇജ്തിഹാദി ആകുന്നതും അല്ലാതാകുന്നതും നിങ്ങൾ പറയുന്നതും പറയാതിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. പലർക്കും അറിയില്ല. നമ്മളിങ്ങനെ കുറേ പറഞ്ഞാൽ ഒരു മസല ഇജ്തിഹാദി ആകും അല്ലാതാവും ആരും വിചാരിക്കണ്ട. ഒരു മസല ഇജ്തിഹാദി ആകുന്ന എപ്പോഴാണ്? നമ്മൾ പറഞ്ഞു അതിന്റെ മാനദണ്ഡ ലോപിത്ത് എന്താ? അയസ്തവിയ ദലീലു കില തൊറഫ എന്ന് പറയാം പണ്ഡിതന്മാർ. ഇരു ഭാഗത്തെയും ദലീലുകൾ ഒരേ അളവിൽ ഒരേ അവസ്ഥയിലേക്ക് എത്താം, ഏകദേശം ഒരേ ബലത്തിലേക്ക് എത്താം. അങ്ങനെ ആവുമ്പോൾ അതിൻ്റെ ആ മസല എന്തായി? ഇജ്തിഹാദിയായി. അപ്പം അങ്ങനെ ഇജ്തിഹാദി ആയി എന്ന് കൃത്യമായി എന്ത് പറയാൻ പറ്റും? ഉസൂൽ ഫിഖ് പഠിച്ച ഒരാൾക്ക് പറയാൻ പറ്റും എന്ന് മാത്രമല്ല, പണ്ഡിതന്മാർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് എന്ത്? അത് ഇജ്തിഹാദിയ മസലയാണെന്ന് എടുത്ത് പറയുമ്പോൾ ഒരാൾക്ക് ഇങ്ങനെ അത് ഇജ്തിഹാദി അല്ല എന്ന് പറയാൻ പറ്റുക? ഇതിങ്ങനെ വ്യക്തമായ തെളിവുകൾ രണ്ട് ഭാഗത്തും ഉണ്ട്. അതുകൊണ്ട് ഇത് ഇജ്തിഹാദിയ മസലയാണെന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല? അത് ഇജ്തിഹാദിയ മസല അല്ല എന്ന് പറയാൻ സാധിക്കൂല. കാരണം എന്താ? ഇജ്തിഹാദിയ മസല അല്ല എന്ന് പറയുന്നവൻ ആകെ ഒരു ഭാഗത്ത് തെളിവുകൾ മാത്രം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇജ്തിഹാദിയ മസലയിൽ ഒരുത്തൻ അത് ഇജ്തിഹാദിയ മസല അല്ല എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അവൻ കുറേ പഠിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം.
അവൻ ആ ഒരു ഭാഗം മാത്രം പഠിച്ചിട്ടുള്ളൂ. അവൻ അതിൻ്റെ ആകെ ഒരു ഭാഗം മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ആ വിഷയം ശരിക്ക് മറുഭാഗവും പഠിച്ചാൽ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഉസൂൽ ഫിഖ് അറിയുന്നവനാണെങ്കിൽ ഉസൂൽ ഫിഖും തെളിവുകളും അതിൻ്റെ തർത്തീബുൽ അതിലെയും കൂവത്തിൽ അതിലെയും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അറിയുന്നവനാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? അത് ഇജ്തിഹാദി മസല മനസ്സിലാക്കാൻ സാധിക്കും. ഫോട്ടോഗ്രാഫിൻ്റെ വിഷയം തന്നെ, ഫോട്ടോഗ്രാഫിൻ്റെ വിഷയം ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ ഞാൻ തർജീഹ് ചെയ്യുക റാജിഹാക്കുക അങ്ങനത്തെ പണ്ഡിതനും മുഫ്തിയൊന്നുമല്ല. ഞാൻ പഠിച്ചിടത്തോളം ഉള്ള ചെറിയ ഉസൂൽ ഫിഖും ദലീലുകൾ വായിച്ച് ചെറിയൊരു അറിവും വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാഹു ആലം ഫോട്ടോഗ്രാഫി എന്നുള്ളത് എന്താ, നിരുപാധികം ഹറാമാണ്. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ അതെന്തിൽ പെടും? തസ്വീർ എന്ന് ഹദീസുകൾ പഠിപ്പിച്ച വഈദ് ശക്തമായ താക്കീത് വന്നിട്ടുള്ള തസ്വീറിൽ എന്തുപെടും? ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും പെടും. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അഭിപ്രായം. ഈ അഭിപ്രായം ഞാൻ മനസ്സിലാക്കുമ്പോഴും എനിക്കറിയാം ഈ മസല എന്താണ്, ഇജ്തിഹാദിയ മസല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും ഞാൻ എന്ത് ചെയ്യില്ല, തെളിവുകൾ കണ്ടിട്ട് വെറുതെ തൻ്റെ ഹവയ്ക്കനുസരിച്ചിട്ടല്ല, തെളിവുകൾ കണ്ടിട്ട് ഒരാൾ അല്ലെങ്കിൽ അവൻ തൃപ്തിപ്പെടുന്ന സലഫി പണ്ഡിതൻ പറഞ്ഞു എന്നുള്ള അടിസ്ഥാനത്തിൽ ഒരാൾ എന്ത് ചെയ്യുന്നില്ല, ആ മസലയിൽ ഒരു അഭിപ്രായം അവനത് ഹറാമെ കാണുന്നില്ല എന്ന് വിചാരിക്കുക, ഞാൻ അവരൊരിക്കലും എന്ത് ചെയ്യില്ല, കുറ്റക്കാരൻ നീ ഇങ്ങനെ വൃത്തികൾ ചെയ്യരുത്, ഹറാമ് ചെയ്യരുത് അങ്ങനെ എന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യില്ല, വിമർശിക്കൂല, ഒരിക്കലും വിമർശിക്കൂല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യും, പറഞ്ഞു കൊടുക്കും ഇന്ന തെളിവുകളുണ്ട്, ഈ വിഷയത്തിൽ ഇന്ന കാര്യങ്ങളുണ്ട്, ഈ ലഫ്ള ആമാണ്, അതിലെല്ലാം പെടും, അത് ഹാസാക്കണം, അങ്ങനെയൊക്കെ ഉള്ള മസലകൾ നമ്മൾ എന്ത് ചെയ്യും, ചർച്ച ചെയ്യും. അല്ല നമ്മൾ എന്ത് ചെയ്യും, ഒരിക്കലും ഇൻകാർ ചെയ്യില്ല, നമ്മുടെ നാട്ടിലെ വിഷയം ഇതൊന്നുമല്ല, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിലെ അവസ്ഥ ഉണ്ടാക്കുന്ന വസ്വാസുകൾ ഇതൊന്നും അല്ല ശരിക്കും. നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ ശരിക്കും? ഈ ഹറാമാണെന്ന് വിശ്വസിക്കുന്ന, ഇപ്പോൾ ഇത് ഞാൻ സ്വീകരിച്ച അഭിപ്രായം ഇബ്നു ബാസ് റഹിമുള്ള, അൽബാനി റഹിമുള്ള ഇവരുടെയൊക്കെ അഭിപ്രായം, ഇബ്നു ബാസും അൽബാനി റഹിമുള്ള ഇവരുടെയൊക്കെ അഭിപ്രായം. ഈ ഇബ്നു ബാസും അൽബാനിയും തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ ഹറാമാണെന്ന് പറയുന്ന പണ്ഡിതന്മാർ തന്നെ, പ്രത്യേകിച്ച് ഇബ്നു ബാസിന്റെ അങ്ങനെ തന്നെ വീഡിയോ ആയിട്ട് തന്നെ കിട്ടും. അദ്ദേഹം വീഡിയോയിൽ വന്നിരുന്നിട്ട് പറയണത് എന്താ പറയുന്നത്, ഞാനത് ഹറാമായിട്ട് കണ്ടിരുന്നു, അത് ഹറാമ തന്നെയാണ് അതിൻ്റെ വിധി. പക്ഷേ അതെന്ത് വരുന്നുണ്ട്, ചില ഇസ്തിസ്നാകൾ വരുന്നുണ്ട്. എങ്ങനെ? ഉദാഹരണം, നമ്മൾ ഫോട്ടോ ഐ ഡി എടുക്കാൻ, പാസ്പോർട്ട്, ഇങ്ങനെയുള്ള നമ്മുടെ വ്യക്തിപരമായ ഹാജത്തുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നില്ലേ? അതെടുക്കൽ എന്താ, അനുവദനീയമാണ്, ദീനിൽ ശറയിൽ അനുവദനീയമാണ്. അപ്പോൾ വ്യക്തിപരമായ മസ്ലഹത്ത് വരുമ്പോൾ ഹറാം എന്ത് ചെയ്യും, ചില സന്ദർഭങ്ങളിൽ അനുവദനീയമാകും. എങ്കിൽ അദ്ദേഹം പറയണം, എൻ്റെ വാക്കല്ല, അദ്ദേഹം പറയണെന്ത്, എങ്കിൽ ദീനിന്റെ ശറഈയായ മസ്ലഹത്ത്, ഉമ്മത്തിന്റെ മസ്ലഹത്തിന് എന്ത് ചെയ്യും, ഈ തസ്വീർ എന്നുള്ളത് അത് അനുവദിക്കപ്പെടും. വ്യക്തിപരമായ മസ്ലഹത്തിന് അനുവദിക്കപ്പെടുമെങ്കിൽ ഉമ്മത്തിന്റെ മസ്ലഹത്തിന് എന്ത് ചെയ്യും, ഒരാളുടെ മസ്ലഹത്തിനേക്കാളും വലുതാണ് എന്ത്, ഉമ്മത്തിന്റെ മസ്ലഹത്ത്. അപ്പോൾ ഒരാളുടെ വ്യക്തിപരമായ മസ്ലഹത്തിന് അത് അനുവദിക്കപ്പെടുമെങ്കിൽ ഉമ്മത്തിന്റെ മസ്ലഹത്തിന് എന്ത് ചെയ്യും, അത് അനുവദിക്കപ്പെടുന്ന അദ്ദേഹം എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അനുവദിക്കപ്പെടുന്ന അദ്ദേഹം പറയാം. എന്ന് വെച്ചാൽ ഉമ്മത്തിന്റെ മസ്ലഹത്ത് പറയുമ്പോൾ ദഅവത്തിന് ഇപ്പോൾ ആമത്തിനാസ് സലഫിയത്ത് എന്താണെന്ന് അറിയില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് മിക്ക ആളുകളും ഓഡിയോ അയച്ചു കൊടുത്താൽ എന്ത് ചെയ്യില്ല, കേൾക്കൂല. അത് അറിയപ്പെട്ട കാര്യം, മാറൂഫായിട്ടുള്ള കാര്യം, അറിയപ്പെട്ട അവരിലേക്ക് തൗഹീദ്, സുന്നത്ത്, ദീനിന്റെ അടിസ്ഥാനങ്ങൾ എത്തിക്കാൻ വീഡിയോ ചെയ്താൽ എത്തുന്ന അങ്ങനെ ആ ഒരു മസ്ലഹത്ത് ഉണ്ട്, അയാൾക്കത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെ തോന്നുകയാണെങ്കിൽ അയാളെടുത്താൽ അത് ഈ ഹറാമിന്റെ പരിധിയിൽ പെടുന്നില്ല. പിന്നെ ഞാനെങ്ങനെ ഇൻകാർ ചെയ്യാനെ? ഹറാമാണെന്ന് വിശ്വസിക്കുന്ന എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മസ്ലഹത്ത് ഉണ്ടെങ്കിൽ ഈ ഹറാമ് വിശ്വസിച്ച് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഈ രൂപത്തിൽ ചെയ്യാൻ ഇളവുണ്ട് ദീനിൽ. പിന്നെ എങ്ങനെ ഇൻകാർ ചെയ്യാം?
നിങ്ങൾ വളരെ ശ്രദ്ധിക്കണേ. ഇവിടെ ഇത് ഹറാമാണെന്ന് വിശ്വസിക്കുന്ന ആളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഹറാമാണെന്ന് വിശ്വസിക്കുന്ന ആളെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. ഹറാമാണെന്ന് വിശ്വസിക്കുന്ന ആളെ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മസലയിൽ ഇൻകാർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഹറാമെന്ന് വിശ്വസിക്കാത്ത ഒരാൾ ഇൻകാർ ചെയ്യാം? വളരെ ഗൗരവമുള്ള വിഷയമാണത്. ഇത് സാമാന്യ മര്യാദയാണ്. ഉസൂൽ ഫിക്കിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അഥവാണ്. ഈ മര്യാദ പോലും പല ആളുകളും പാലിക്കുന്നില്ല. പല ദായിമാരും നമ്മുടെ സഹോദരന്മാർ പലരും വീഡിയോയിൽ വരുമ്പോൾ നിങ്ങളുടെ സ്ത്രീകൾക്ക് ഗൈറത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് വൃത്തികെട്ട സംസാരങ്ങൾ പല ആളുകളും സംസാരിക്കും. ഇതൊക്കെ ഇൻകാറിന്റെ അങ്ങേയറ്റമാണ്. എന്തോ ഇജ്മാഉള്ള വിഷയത്തിൽ ഇൻകാർ ചെയ്യുന്ന പോലെയാണ് ഇജ്തിഹാദിയ മസലകളിൽ. അതും ഒരേ അഭിപ്രായത്തിൽ തന്നെ പണ്ഡിതന്മാരെന്ത് ചെയ്തു, ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ പോലും ഇളവ് കൊടുത്തിട്ടുള്ള മസല സ്വീകരിച്ച ആളുകൾക്കെതിരെ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ വളരെ മോശമാണ്. അപ്പോൾ അത് ഇത്രയും വിശദീകരിച്ചത് ഇങ്ങനെയുള്ള മസലകൾ എന്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ പഠിക്കാതെ ഇത് ദീനാണ്. നിങ്ങൾക്ക് തോന്നിയത് പറയാനുള്ള ഒരു കാര്യമല്ലത്. വരുന്നവനും പോണവനൊക്കെ വഴി കൂടെ പോണവനൊക്കെ കണ്ടതും കേട്ടതൊക്കെ തോന്നിയതൊക്കെ വിളിച്ചു പറയാനുള്ളൊരു കാര്യമല്ല ദീനെന്ന്. അറിയില്ലെങ്കിൽ മിണ്ടരുത്. ആദ്യം പഠിക്കുക, സംസാരിക്കുക. അപ്പം അങ്ങനെ പഠിച്ചിട്ട് സംസാരിക്കുമ്പോൾ തന്നെ തെറ്റുകൾ പറ്റുന്നുണ്ട്. പിന്നെയാണ് പഠിക്കാതെ സംസാരിക്കുമ്പോൾ. അപ്പം നമ്മൾ തെറ്റാണ് മനസ്സിലായി തിരുത്തുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്.